BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സമാധാനം. വാണിജ്യ LPG നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങളാണ് നീക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. പാമ്പിനെ കണ്ട പേടിയിൽ പ്രതിശ്രുത വരനെ അറിയാതെ തള്ളിപ്പോയതെന്ന പച്ചക്കള്ളം, ചിരിച്ചുകൊണ്ടുള്ള വഞ്ചന, കൊലയെക്കുറിച്ചുള്ള ഗൂഗിൾ സെർച്ച്, പൂനെ കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ. പൂനെയിൽ പ്രതിശ്രുത വരനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലയ്ക്കായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ പ്രതികൾ നടത്തി. ഓൺലൈനായി കൊലപാതക രീതികൾ പഠിച്ചു. പദ്ധതി പാളിയാൽ അടുത്ത ശ്രമത്തിനുള്ള തയ്യാറെടുപ്പും പ്രതികൾ നടത്തിയിരുന്നതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. FCRA ചട്ട ഭേദഗതി ബിൽ സംശയാസ്പദം. മൌലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം ഓർത്തഡോക്സ് സഭ. FCRA ചട്ട ഭേദഗതി ബിൽ സംശയാസ്പദവും മൌലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഓർത്തഡോക്സ് സഭ. അക്കൌണ്ട് ഉടമകളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളുടെയും പബ്ലിക്കേഷനുകളുടെയും വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല. FCRAയിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം, പൌരത്വം തെളിയിക്കുവാനുള്ള രേഖയായി ഉപയോഗിക്കാനാകില്ല വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് പൌരത്വം തെളിയിക്കുവാനുള്ള രേഖയല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം. യാത്രാരേഖ മാത്രമാണെന്ന വിശദീകരണം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. പൌരത്വത്തിനായി ഏത് രേഖയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല, കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും BJP പ്രതികരിച്ചു. അടിയന്തരാവസ്ഥ പഠിക്കണം. NCERT പാഠപുസ്തകത്തിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പഠന വിഷയം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 5 പതിറ്റാണ്ടിലേറെ കാലത്തിന് ശേഷം ഇതാദ്യമായി അത് സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തി NCERT. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും വെല്ലുവിളികളും വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മൌലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടെന്നും ഇത് ജനാധിപത്യത്തിന്റെ പ്രധാന വെല്ലുവിളിയായെന്നും പാഠപുസ്തകത്തിലുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം നഗരസഭയിൽ CPIM BJP കൌൺസിലർമാരുടെ കയ്യാങ്കളി വിമർശിച്ച് മേയർ VV രാജേഷ്. R സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF കൌൺസിലേഴ്സ് മേയറുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. CPIM BJP കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ LDF വനിതാ കൌൺസിലർക്ക് പരിക്കേറ്റു. മേയറെ തടഞ്ഞായിരുന്നു LDF കൌൺസിലർമാരുടെ പ്രതിഷേധം. തുടർന്ന് മേയർക്ക് അഭിവാദ്യവുമായി BJP കൌൺസിലർമാരും രംഗത്തെത്തിയതോടെയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള, ചമ്പത് റായ്ക്ക് കുരുക്ക് മുറുകുന്നു. SIT വീണ്ടും അയോധ്യയിലെത്തി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്ക്ക് കുരുക്ക് മുറുകുന്നു. ചമ്പത് റായ്ക്കെതിരെ SIT കേസെടുത്തേക്കും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിലെത്തി. സംഭാവനകൾ നൽകിയവരെയും ജീവനക്കാരെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം സംഭാവന ക്രമക്കേടിൽ തെളിവുണ്ടെന്നും ഉടൻ കേസെടുക്കണം എന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.